ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക് ലെജൂസ്. അപ്പൊ നമ്മളുടെ ഈ ഒരു ചാനലിൽ നമ്മൾ മുന്നേ പല PSUസിന്റെയും നോട്ടിഫിക്കേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. നോട്ടിഫിക്കേഷന്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ വ്യൂസ് ഒക്കെ ഭയങ്കര കുറവാണ് ഉണ്ടാവാറ്. ഇപ്പം HPCL ആവട്ടെ, അല്ലെങ്കിൽ BEML ആവട്ടെ, BEL ആവട്ടെ, എല്ലാത്തിന്റെയും വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ പലരുടെയും ഒരു ധാരണ എന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ ലെവൽ ആയതുകൊണ്ട് കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലായിരിക്കും. കേരളത്തിൽ തന്നെ PSC ഭയങ്കര കോമ്പറ്റീഷൻ. അപ്പോൾ ഓൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലെയും ആൾക്കാർ വരില്ലേ, അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കില്ലേ എന്നതിലൊക്കെ ധാരണയാണ് ബേസിക്കലി. പക്ഷെ ഈ PSUസിലാകുമ്പോൾ അവിടെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ പലതിലും നമുക്ക് അവിടെ എന്താ കാര്യമായിട്ടുള്ള ഒരു ഏജ് ലിമിറ്റ് അവിടെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ടാവും, കഴിഞ്ഞ ജൂണിൽ മറ്റേ നമ്മൾ HPCന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് നമുക്ക് ഇപ്പം ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്നുള്ള ഇതൊരു എക്സാമ്പിൾ ആണ്. നമുക്ക് ബാക്കിയുള്ള നമുക്ക് എല്ലാം ഇതേപോലെ ചെയ്യാം. HPCL, ബെല്ലി, BEML, അതേപോലെ കൊച്ചി ഷിപ്പ്യാർഡ്, അങ്ങനെ പല PSUസിലും നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അവിടെ. കാരണം വെച്ചാൽ അവിടെ പലപ്പോഴും ഏജ് ലിമിറ്റ് വളരെ വളരെ കുറവാണ്. ഇപ്പൊ ഇവിടെ തന്നെ നോക്കുവാണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 35 വേക്കൻസിയാണ് ഉള്ളത്. അവിടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 25 അവിടെ ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ. സ്കെയിൽ എഫ് എന്ന് പറയുന്നത് 80,000 തൊട്ട് 1,60,000 ആണ് സ്കെയിൽ എഫ് വന്നിട്ടുള്ളത്. പക്ഷെ അതിൽ എത്ര പേര് അപ്ലൈ ചെയ്തിരിക്കുന്നത് കാണിച്ചത് ഇതൊരു എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്തൊരു പോസ്റ്റ് ആണ് അല്ലെ. എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്തൊരു പോസ്റ്റ് ആണ്. അപ്പൊ ഇതിലെ വന്ന ആകെ അപ്ലിക്കൻസ് എത്രയാണ് നിങ്ങൾ നോക്കുക. HPCL ഇലക്ട്രിക്കൽ എഞ്ചിനീയർ BTech ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ജനറൽ 1631, EWS 389, SC 3466, ST 1331, OBC 2790. ആകെ 9,607 പേര് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഈ അപ്ലൈ ചെയ്ത എല്ലാവരും എക്സാം എഴുതുന്നു വിചാരിക്കുന്നുണ്ടോ? അതും ഉണ്ടാവില്ല. ഈവൻ നമ്മളുടെ കേരള PSCയിൽ തന്നെ ഇപ്പം ലെവൽ എക്സാം എത്ര ഈ ഒരു നമ്പേഴ്സിലേക്ക് 10,000-ന്റെ അടുത്ത് എക്സാംസ് അപ്ലൈ ചെയ്തവരുടെ എണ്ണം വരുന്നുണ്ടല്ലേ. 10, 12 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോ ഓൾ ഇന്ത്യയിലായിട്ട് ഏജ് ലിമിറ്റ് 25 ആണെന്നുണ്ടെങ്കിലും അവിടെ എന്താ 9,607 പേരാണ് അവിടെ വന്നിട്ടുള്ളത്. അവിടെ 35 വേക്കൻസീസ് ഉണ്ട്. അവിടെ 35 വേക്കൻസീസ്. ഓക്കെ. അപ്പം ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ ലെവലാകുമ്പോൾ ഭയങ്കര കോമ്പറ്റീഷൻ ആണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അപ്ലിക്കൻസ് ഉണ്ടാവുന്നൊക്കെ. അതൊക്കെ നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ ഒരു ജോലി വേണം. അപ്പൊ നിങ്ങൾ എന്താ മാക്സിമം എക്സാംസ് എഴുതുക. കാരണം വെച്ചാൽ ഇവിടെയൊക്കെ സിലബസ് എല്ലാം സെയിം തന്നെയാണ് വരുന്നുണ്ടാവുക അല്ലെ. നിങ്ങൾ ആ കോർ സബ്ജക്ട് എവിടെയും മാറുന്നില്ല. നിങ്ങൾ കോർ എത്ര ഡെപ്തിൽ പഠിക്കുന്നു അത് നിങ്ങൾക്ക് എല്ലാത്തിനും അത് യൂസ്ഫുൾ ആവുന്നേ ഉണ്ടാവുള്ളൂ. ആ ഒരു കോർ എന്താ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക. ഓക്കെ. ഇപ്പം അതിനുശേഷം വന്ന എനിക്ക് തോന്നുന്നു IOCL നമുക്ക് അവിടെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. JE വന്നിട്ടുണ്ട്, അതുപോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വന്നിട്ടുണ്ട്. അതിലും ഇതേപോലെ തന്നെ എനിക്ക് അപ്ലിക്കേഷൻ ഉണ്ടാവും. അവിടെ ഏജ് ലിമിറ്റ് നല്ല രീതിയിൽ ബാധകമായിട്ടുണ്ട്. അപ്പൊ PSUസിലൊക്കെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അപ്പം നിങ്ങളിപ്പം BTech കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം വെച്ചാൽ നിങ്ങളുടെ സ്റ്റാർട്ടിങ് തന്നെ നല്ലൊരു പാക്കേജ് ആണ് വരുന്നുണ്ടാവുക. അപ്പൊ തന്നെ നിങ്ങൾ അവിടെ സെറ്റിൽ ആയിട്ടുണ്ടാവും. ഓക്കെ. അപ്പോ എനിവേ നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുക്കുക. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്താ പക്ക ആയിട്ട് സിലബസ്, അതായത് നമ്മളുടെ കോർ സബ്ജക്ട്സ് എന്താ പക്ക ഏറ്റവും ബേസിക് തൊട്ട് ഏറ്റവും അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ പഠിക്കാം. ഓക്കെ. അപ്പോ ഇത് ജസ്റ്റ് ഒരു ഡാറ്റ കണ്ടപ്പോൾ നമ്മൾ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഡാറ്റ നിങ്ങൾക്ക് അവിടെ വെബ്സൈറ്റിൽ HPCന്റെ വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ ഇനി ഇതിന്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ. താങ്ക് യു.